എൻ്റെ വാർഡ് കുഴിവിള വാർഡാണ്, 97-ാം നമ്പർ. അവിടെ നിന്ന് 55 വോട്ടിനാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ ഈ ഇത്രയും കാലം 4 വർഷക്കാലമായിട്ട് ഞാൻ ഈ വാർഡ് പിടിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല, പക്ഷേ ഒരുപാട് ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു. അത് നമ്മൾ നിരന്തരം ഇതിൽ നിന്ന് പാവപ്പെട്ടവരെ കണ്ടെത്തി അത് അവരുടെ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവരവരുടെ കയ്യിലെത്തിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. അതിൻ്റെ ഒരു ഫലമാണ് എനിക്കിത് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന വിജയം. അത് ഞാൻ സാധാരണക്കാർ എന്നോടൊപ്പം വേർപ്പൊഴുക്കിയ ഒരു ഏകദേശം 100ഓളം ചെറുപ്പക്കാരുണ്ട്. അവർക്കും ഈ എനിക്ക് വോട്ട് ചെയ്ത എൻ്റെ വാർഡിലുള്ള സാധാരണക്കാർക്ക് ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗങ്ങൾക്കും ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു. എന്തൊക്കെ വികസനങ്ങൾ നമുക്ക് ഉറ്റുനോക്കാൻ പറ്റുമോ? താങ്കളിൽ നിന്ന് ആ വാർഡിലേക്ക് എന്തൊക്കെ വികസനങ്ങളാണ് താങ്കൾ ഉറ്റുനോക്കാം? ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മെയിനായിട്ടുള്ള കുടിവെള്ള പ്രശ്നം. കാരണം ഇവർ ഏകദേശം 30-35 വർഷത്തോളമായി ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നേ വരെ എൻ്റെ വാർഡിൽ ഇപ്പോൾ ഒരു 3.5 വർഷക്കാലമായി കുടിവെള്ളത്തിന് അതിരൂക്ഷമായ ക്ഷാമമാണ്. ഇതുവരെയ്ക്കും അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ സ്വന്തം പൈസ എടുത്ത് ഒരെണ്ണം ചെയ്തു കൊടുക്കാൻ നോക്കിയിട്ട് അത് ഈ കൗൺസിലർ വന്ന് തടസ്സപ്പെടുത്തി പോലീസിനെ വിളിച്ചു. അത്തരം സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ അവിടുത്തെ ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. തുടർന്നും ഈ കിട്ടേണ്ട കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് പദ്ധതികളുണ്ട്. ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കുകയും ആ നാട്ടിലുള്ള കുടിവെള്ള പ്രശ്നം ആയിക്കോട്ടെ, സ്ട്രീറ്റ് ലൈറ്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ എന്നെക്കൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു യാത്ര തന്നെ നടത്തും. കാരണം ഓരോ ഏരിയയും മുക്കും മൂലയും ഞാൻ കണ്ടെത്തി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ സഹായിച്ച് അവിടെ എല്ലാം വികസനം എത്തിക്കാൻ ഞാൻ എൻ്റെ കഴിവ് പരമാവധി ഞാൻ പ്രയോജനപ്പെടുത്തും. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ വാക്ക്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ഇനി ഒരു ഭരണ സാധ്യതയുണ്ട്. അപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾക്കൊന്ന് വിവരിക്കാവോ? ആ വളർച്ചയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ നമ്മളിവിടെ മത്സരിക്കാൻ, അതായത് ലോകസഭയിൽ മത്സരിക്കാൻ വന്ന ആ സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി അത് തന്നെയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള നമ്മുടെ ഈ കേരളത്തിലുള്ള BJPക്കുള്ള വളർച്ചയ്ക്കും കൂടുതൽ ആക്കം കൂട്ടിയതും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമുള്ള പ്രവർത്തനം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. 45 ദിവസത്തിനുള്ളിൽ 45 ദിവസം ജയിച്ച് പെർമിഷൻ പിടിച്ചു കഴിഞ്ഞാൽ 45 ദിവസം കൊണ്ട് ഇവിടുത്തെ തിരുവനന്തപുരം സിറ്റിയുടെ രൂപരേഖ തയ്യാറാക്കി അത് കേന്ദ്രത്തിൽ സമർപ്പിച്ച് നരേന്ദ്രമോദിജി, നമ്മുടെ എല്ലാം ആരാധ്യനായ നരേന്ദ്രമോദിജി കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്തെത്തി അതിൻ്റെ രൂപരേഖ ഒപ്പിട്ട് ബാക്കിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് നമ്മുടെ നേതാക്കന്മാർ വാക്ക് തന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറും അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ എൻ്റെ ഈ ഒരു ചെറിയൊരു സ്ഥാനം ഉപകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതിന് എല്ലാവിധ എനിക്ക് വോട്ട് ചെയ്ത ഇവിടെ വിജയിച്ച ഓരോ സ്ഥാനാർത്ഥിക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എൻ്റെ നാട്ടിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ സാധാരണ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എന്നെ ജയിപ്പിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എപ്പോഴും ഞാൻ ജനങ്ങളോടൊപ്പം